സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. ടിക്കറ്റ് ടു ഫിനാലയുടെ 4ാമത്തെ ടാസ്കും കഴിയുമ്പോൾ നൂറ തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ആര്യനാണെങ്കിൽ പോലും ഒരു പോയിന്റിന്റെ ലീഡിംഗ് നൂറയ്ക്ക് തന്നെയാണ് ഉള്ളത്. 2ാം സ്ഥാനം നൂറയാണ് നേടിയത്. അതുകൊണ്ട് വലിയ പോയിന്റിന്റെ വ്യത്യാസങ്ങളൊന്നുമില്ല. ശരിക്കും ടിക്കറ്റ് ടു ഫിനാലയിൽ നൂറയും ആര്യനും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യുക എന്നൊക്കെ നോക്കാം. ഇനിയും ഒത്തിരി ടാസ്കുകൾ ഉണ്ട്. തൊട്ടടുത്തല്ലെങ്കിൽ പോലും അക്ബറും നെവിനും ഒക്കെ 3-4 സ്ഥാനങ്ങളിൽ വലിയ പോയിന്റ് വ്യത്യാസം ഇല്ലാതെ തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുണ്ടെങ്കിലും. 4ാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ എൻഡ്യൂറൻസ് ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ടാസ്ക് വലിയ മെച്ചമുള്ള ഒരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇതുപോലെ മോശം കുറച്ച് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ ഈ ഒരു സീസണിലായിരിക്കും. അത്രത്തോളം അതം പതിച്ച ടാസ്ക് ആണ് ഇന്നും കൊടുത്തത്. എൻഡ്യൂറൻസ് ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശം രീതിയിലൊരു ടാസ്ക്. ഇതിലും ബെറ്റർ ആയിട്ട് കഴിഞ്ഞൊരു ബിഗ് ബോസ് തമിഴ് സീസൺ 8ന്റെ ടാസ്കുകൾ കോപ്പി അടിച്ച് നേരെ മലയാളത്തിലോട്ട് കൊണ്ടുവന്നാൽ പോലും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ആ ഒരു തമിഴ് സീസണിലെ ടാസ്ക് മുകളിലോട്ട് കൈ ഉയർത്തി പിടിച്ച് പ്രസ് ചെയ്ത് ലൈറ്റ് തെളിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കെടും എന്നൊരു ടാസ്കിന് പകരം ഒരു വിൻഡോയുടെ ഒരു പോർഷൻ ഡെമ്മി പീസ് മുകളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് അത് നിലത്ത് നിന്നുകൊണ്ട് താങ്ങി പിടിക്കുക. അതിന് മുകളിൽ കുറച്ച് പൗഡർ വിട്ടിട്ടുണ്ടാകും. അപ്പം ഈ ഒരു വിൻഡോ പാളികൾ തുറന്നു പോയിട്ടുണ്ടെങ്കിൽ പൗഡർ മൊത്തം താഴെ വീഴും, ആ ഒരു കണ്ടസ്റ്റന്റ് ഡെബിറ്റ് ആവും എന്ന രീതിയിലൊരു കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ടാസ്ക് എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ആ ഒരു ടാസ്ക് അത്ര എഫക്റ്റ് ആയിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ടിക്കറ്റ് ടു ഫിനാലെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കണ്ടസ്റ്റൻസിന് കുറച്ചും കൂടെ എന്റർടൈൻ ചെയ്ത് കുറച്ച് ടൈറ്റ് ഗെയിം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകൾ കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആകും. എന്താണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ടാസ്ക് കഴിയുമ്പോൾ ആരൊക്കെയാണ് മുന്നിൽ ലീഡ് ചെയ്യുന്നത്, ഇവരുടെയൊക്കെ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ പറയാം. 4ാമത്തെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ആര്യനാണ് 9 പോയിന്റ്സുമായിട്ട്. അതുപോലെ തന്നെ നൂറ 8 പോയിന്റ്സുമായിട്ട് 2ാം സ്ഥാനത്തും. 3ാം സ്ഥാനത്ത് 7 പോയിന്റ്സുമായിട്ട് അക്ബറും. 4ാം സ്ഥാനത്ത് 6 പോയിന്റുമായിട്ട് അനുമോളും. 5ാം സ്ഥാനത്ത് 5 പോയിന്റുമായിട്ട് ആദില. 6ാം സ്ഥാനത്ത് 4 പോയിന്റുമായിട്ട് സാബുമോൻ. 7ാം സ്ഥാനത്ത് 3 പോയിന്റുമായിട്ട് നെവിൻ. 8ാം സ്ഥാനത്ത് 2 പോയിന്റുമായിട്ട് അനീഷ്. 9ാം സ്ഥാനത്ത് 1 പോയിന്റുമായിട്ട് ഷാനവാസ്. സോ മൊത്തത്തിൽ 4 ടാസ്കുകൾ കഴിയുമ്പോൾ പോയിന്റ് ടേബിളിന്റെ അടിസ്ഥാനത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറയാണ്. 30 പോയിന്റ്സുമായിട്ട് നൂറ 1ാം സ്ഥാനത്ത് തുടരുന്നു. 29 പോയിന്റ്സുമായിട്ട് ആര്യൻ തൊട്ടുപുറയിൽ തന്നെ 2ാം സ്ഥാനത്തുണ്ട്. പിന്നീട് നമുക്ക് അക്ബർ 3ാം സ്ഥാനത്ത് 23 പോയിന്റ്സുമായിട്ടുണ്ട്. 4ാം സ്ഥാനത്ത് പിന്നീട് നമ്മുടെ നെവിൻ 21 പോയിന്റ്സുമായിട്ടുണ്ട്. പിന്നെ 4-5 സ്ഥാനങ്ങളിലായിട്ട് സാബുമാനും അനുമോളും 19 പോയിന്റ്സുമായിട്ട് നിൽക്കുന്നു. 6ാം സ്ഥാനത്ത് ആദില 16 പോയിന്റ്സുമായിട്ടും 7-8 സ്ഥാനങ്ങളിൽ അനീഷും ഷാനവാസും ആണ് നിൽക്കുന്നത് 11-13 പോയിന്റ്സുമായിട്ട്. ഷാനവാസിന് 13 പോയിന്റ്സും അതുപോലെ തന്നെ അനീഷിന് 11 പോയിന്റ്സും. എന്താണെങ്കിലും നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ടാസ്കുകളിൽ ആരൊക്കെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ ആര് നേടും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.